അവിടെയാണ് നമ്മൾ ഈ മക്കളെ ആദരണീയനായ നമ്മുടെ സാരഥി നേതാവ് സമസ്തയുടെ തേരാളി ഈ സദസ്സിനോട് അഭ്യർത്ഥിച്ചതുപോലെ ഈ സദസ്സിനോടല്ല കേട്ടോ, ഈ സദസ്സിലൂടെ മാലോകരോട് അഭ്യർത്ഥിച്ചതുപോലെ അംബിയാ മുർസലിങ്ങളുടെ പിൻഗാമികളായി വളരുന്ന ഒരു പണ്ഡിത ശൃംഖലയെ വാർത്തെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് സമസ്ത മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട്. സമസ്ത എന്ന മഹാപ്രസ്ഥാനം കേരളത്തിൽ മതപഠന രംഗത്ത് നടത്തിയ ഇടപെടൽ അത് മഹത്തരമാണ് എന്നെല്ലാവർക്കും അറിയാം. അതിനെ മാതൃകയാക്കി കേരളത്തിൽ മാത്രമല്ല ദേശാന്തരീയ തലങ്ങളിൽ പോലും മതപഠന രംഗത്ത് ഇതിനെ മാതൃകയാക്കി മുന്നോട്ട് പോകുന്നത് കാണുവാൻ നമുക്ക് സാധിച്ചു. പുതിയ കാലത്ത്, വർത്തമാനകാലത്ത് മൂല്യച്യുതിയിൽപ്പെട്ട് ഉഴലുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ പകച്ചു നിൽക്കാതെ സന്ദർഭോചിതമായ ഇടപെടൽ നടത്താൻ മഹത്തായ സമസ്തക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ പദ്ധതിയിലൂടെ നാം കാണുന്നത്. നമുക്കറിയാം, ഇവിടെ നേരത്തെ സംസാരിച്ചവരൊക്കെ ജിഫിരി മുത്തുക്കോയ തങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, പ്രിയ സുഹൃത്ത് ജോയി അടക്കം പുതിയ വർത്തമാനകാലത്തെ പ്രയാസകരമായ ചില അവസ്ഥകളെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. പുതിയ തലമുറ ദിശ കാണാതെ പരക്കം പായുന്നൊരു കാലഘട്ടത്തിലാണുള്ളത്. ഇതെല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്നൊരു തോന്നൽ, ജീവിതം പോലും ഹോമിക്കപ്പെടുന്ന സന്ദർഭങ്ങൾ, ചെറിയ വിഷയത്തിൻ്റെ പേരിൽ നമ്മുടെ സിട്ടാവ് നമുക്ക് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള, അള്ളാഹു നൽകിയിട്ടുള്ള ഈ ജീവിതം, ജീവൻ തന്നെ വെടിയാൻ പ്രേരിതമാകുന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വന്നുവിട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഈ കുഞ്ഞുങ്ങളെ നാം ശരിയായ ദിശയിലൂടെ വാർത്തെടുത്ത് മുന്നോട്ട് നമ്മൾ നയിക്കേണ്ടത്. അതിനനുചിതമായ ഒരു സിലബസ് തയ്യാറാക്കി ഔപചാരിക വിദ്യാഭ്യാസ പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ധാർമ്മിക പഠന തലങ്ങളിൽ നമ്മുടെ സിട്ടാവിനെ തിരിച്ചറിയുന്ന പഠനം, അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ പ്രേരിതമാകുന്ന ഒരു പഠനം, അതിന് സജ്ജമാക്കി പുതിയ സാഹചര്യത്തിൽ ഒരുക്കിയ സമസ്തയെ എങ്ങനെ അഭിനന്ദിച്ചാലും മതിയാവില്ല. നമുക്കറിയാം, സമാധാനത്തിന് വേണ്ടി ആളുകൾ കേടുകയാണ്. പണം കൊണ്ട്, പദവി കൊണ്ട്, സൗകര്യങ്ങൾ കൊണ്ട്, വലിയ വലിയ ഡിഗ്രിയും ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ സുഖവും സമാധാനവും കിട്ടാതെ അലയുന്ന ആളുകളെ നമ്മൾ കാണുകയാണ്. അവിടെയാണ് നാഥനെക്കുറിച്ചുള്ള, സിട്ടാവിനെ കുറിച്ചുള്ള ഓർമ്മ. ഞാൻ എന്തിനെനിക്ക് ജീവൻ കിട്ടി, ഞാൻ എന്താണ് എൻ്റെ ദൗത്യം എന്ന തിരിച്ചറിവ് ലഭിക്കാതെ പോയതുകൊണ്ടുണ്ടാകുന്ന അപകടകരമായ ഒരു സാഹചര്യമാണ് നാം കാണുന്നത്. അവിടേക്കാണ് ഈ പുതുതലമുറയെ, നമ്മൾ ഈ മക്കളെ, ഈ കുസുമങ്ങളെ ധാർമ്മികാധിഷ്ഠിതമായിട്ടുള്ള പഠനത്തിലൂടെ ഉയർത്തിക്കൊണ്ടുവരാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതുപോലെ അംബിയാ മുർസലിങ്ങളുടെ പിൻഗാമികളായി വരും തലമുറയിലെ പണ്ഡിതന്മാർ ഈ ചെറുപ്പക്കാരിൽ ഉണ്ടാകണമെന്ന പ്രതീക്ഷയിലാണ് ഇതിനെ കളമൊരുക്കിയിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞു, പണ്ഡിതന്മാരെ കുറിച്ച് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, പണ്ഡിതന്മാർ അംബിയാ മുർസലിങ്ങളുടെ പിന്മുറക്കാരാണ്. മഹാനായ ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കാലത്ത് ഭൂമിയിലെ ഏറ്റവും ദുഷിച്ച സംഗതിയിൽ എണ്ണിയപ്പോഴും പണ്ഡിതനെ തന്നെ എണ്ണി പറഞ്ഞൊരു സന്ദർഭമുണ്ട് എന്നതും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ഈ മക്കളെ ആദരണീയനായ നമ്മുടെ സാരഥി നേതാവ് സമസ്തയുടെ തേരാളി ഈ സദസ്സിനോട് അഭ്യർത്ഥിച്ചതുപോലെ ഈ സദസ്സിനോടല്ല കേട്ടോ,
ഈ സദസ്സിലൂടെ മാലോകരോട് അഭ്യർത്ഥിച്ചതുപോലെ അംബിയാ മുർസലിങ്ങളുടെ പിൻഗാമികളായി വളരുന്ന ഒരു പണ്ഡിത ശൃംഖലയെ വാർത്തെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു സംരംഭത്തിന് സമസ്ത മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. അത് വിജയകരമായി പരിലസിക്കാൻ അള്ളാഹുവിൻ്റെ എല്ലാ കരുണാ കടാക്ഷവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി